ഒരു ഭക്തന്റെ ഹോപ്പ് അല്ലെങ്കിൽ പ്രത്യാശ എന്നുള്ളത് കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്നതായ ഒരു വലിയ ശുശ്രൂഷ. മനുഷ്യ ജീവിതത്തിൽ പ്രവർത്തിപ്പാൻ ലഭിക്കുന്ന ഒരു ചുരുങ്ങിയ കാലയളവ്. ആ കാലയളവ് കൊണ്ട് ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു വലിയ ശുശ്രൂഷ വിശ്വസ്തയോടെ ചെയ്ത് വിശുദ്ധിയോടെ ജീവിച്ച് ദൈവസന്നിധിയിൽ ചെന്നു ചേരുന്നതാണ് ഏതൊരു ഭക്തന്റെയും ഹോപ്പല്ലേ പ്രത്യാശ. സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഓടി അധ്വാനിച്ച ഈ കർത്താവിന്റെ ദാസന്റെ ഓട്ടത്തിന്റെ ഇടയിൽ കണ്ടുമുട്ടിയ ഒരു വ്യക്തിയാണ് ഞാൻ. കഴിഞ്ഞ ചില നാളുകൾക്ക് മുൻപ് ഒരു വർഷത്തിൽ കൂടുതലാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ നാട്ടിലായിരുന്ന സമയത്ത് ഈ ഭക്തൻ തന്റെ മകൻ സാംസനോട് താമസിക്കുമ്പോൾ എന്റെ വീട്ടിലേക്ക് വിളിച്ചു. എന്റെ ഭാര്യയാണ് ആൻസർ ചെയ്തത്. ആ പ്രിയപ്പെട്ടവൻ പറഞ്ഞു, എനിക്ക് വാപ്പച്ചനെ ഇത് കാണുന്നു. ഞാൻ നാട്ടിൽ ആയിരുന്നപ്പോൾ എന്റെ ഭാര്യ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ താമസിയാതെ തന്നെ ആ പ്രിയപ്പെട്ടവനെ പോയി കാണുവാൻ എനിക്ക് താല്പര്യമുണ്ടായി. ഞങ്ങൾ രണ്ടുപേരും കൂടെ കടന്നു. എന്ന് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ തമ്മിൽ കാണുമ്പോൾ പലപ്പോഴും എന്നെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്നോട് പറഞ്ഞു, ഞാൻ ബാപ്പച്ചനോട് 1 വർഷവും 1 മാസവും 11 ദിവസവും ഞാൻ താമസിച്ചു. ഞാൻ ഹ്യൂസ്റ്റണിലായിരുന്നപ്പോൾ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1902 തോന്നുന്നു. കർത്താവിൻ ദാസൻ ഇടമണ്ണിൽ നിന്ന് അമേരിക്കയിലേക്ക് വിസിറ്റിങ്ങിനെ കൊണ്ട് കടന്നു വന്നു. അനേക ഇടങ്ങളിൽ യാത്ര ചെയ്തു. ഒടുവിൽ ഹ്യൂസ്റ്റണിൽ വന്നു കഴിഞ്ഞപ്പോൾ പാസ്റ്റർ കോശിവറിച്ച് തുടങ്ങിയ ഒരു ചെറിയ ചർച്ച. ആ ചർച്ചന്റെ ശുശ്രൂഷനായിട്ട് ഞങ്ങളുടെ ആരാധനയ്ക്ക് ഒരു ദിവസം ഒരു സന്ധ്യയിൽ ആണെന്ന് കർത്താവിന്റെ ദാസനെ ഞങ്ങൾ ക്ഷണിച്ചു. പ്രിയപ്പെട്ടവന്റെ ഈ ഭക്തന്റെ വചന ശുശ്രൂഷയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷം തോന്നി. ആ സമയത്ത് ഒരു ചെറിയ സഭയായിട്ട് ഞങ്ങൾ തീരുമാനിച്ചു കർത്താവിന്റെ ദാസനെ നമ്മുടെ സഭയുടെ ശുശ്രൂഷനായിട്ട് നിയമിക്കാൻ. നമുക്ക് ചോദിച്ചാൽ ആ പ്രിയപ്പെട്ട കർത്താവിന്റെ ദാസനോട് ഞങ്ങൾ ചോദിച്ചപ്പോൾ ചില ദിവസങ്ങൾ കഴിഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. നിങ്ങൾ താല്പര്യം അങ്ങനെയെങ്കിൽ എന്റെ കുഞ്ഞുങ്ങൾക്ക് ഈ പ്രദേശത്ത് കടന്നു വരുവാൻ ഒരു സാവകാശമാകുമല്ലോ, അതെനിക്ക് താല്പര്യമാണെന്ന് പറഞ്ഞ് അങ്ങനെ ഫയൽ ചെയ്ത് അതിനുശേഷം 1 വർഷം 1 മാസവും 11 ദിവസമാണെന്ന് തോന്നുന്നു. ദിവസം ഞാൻ ഓർക്കുന്നില്ല. അദ്ദേഹം എന്നോട് പലപ്പോഴും പറയാറുണ്ട്. ഞങ്ങളുടെ കൂടെ പാർട്ട് തങ്ങളുടെ ആഗ്രഹം കുഞ്ഞുങ്ങളെ എല്ലാവരും കൊണ്ടുവരണമെന്നായിരുന്നു. പോൾസനാണ് ആദ്യമായിട്ട് ഇപ്പോൾ ദിനാജ്യത്തേക്ക് കടന്നു വരുന്നത്. ആ പ്രിയപ്പെട്ടവൻ കടന്നു വന്ന് ഞങ്ങളുടെ ചില ദിവസങ്ങൾ താമസിച്ചു. അതിനുശേഷം ഒരു ജോലി അദ്ദേഹത്തിന് ലഭിച്ച ഒരു കുടുംബമായി ഒരു അപ്പാർട്ട്മെന്റിലേക്ക് താമസം മാറ്റി. 81 തോന്നുന്നു. 82 മാർച്ച് മാസം ഞങ്ങള് ഹ്യൂസ്റ്റണിൽ നിന്ന് ഡാലസിലേക്ക് വരുവാൻ ഇടയായി. ജീവിതത്തിൽ ഒരു പിതാവെന്ന മണ്ണ് ഞങ്ങളെ, എന്റെ കുടുംബത്തെ ആലോചന ആശ്വസിപ്പിക്കുകയും അനേക നിർദ്ദേശങ്ങൾ നൽകി തന്ന ആ 1 വർഷക്കാലം ഞങ്ങളോട് പറഞ്ഞു. ഒരു ഭക്തന് മാത്രമല്ല, ഒരു പിതാവിന്റെ നിലയിൽ ആ പ്രിയപ്പെട്ടവനെ ശുശ്രൂഷിപ്പാൻ ഞങ്ങൾക്ക് ലഭിച്ച ഭാഗ്യം എത്ര ശ്രേഷ്ഠമാണെന്ന് ഞാൻ ഇപ്പോൾ കരുതുകയാണ്. ഞങ്ങൾ ഇങ്ങോട്ട് കടന്നു വന്നപ്പോൾ ഇന്ന് വൈകിട്ട് രാത്രി തോന്നിയപ്പോൾ എന്റെ ഹൃദയത്തിൽ കൂടി ആ 1 വർഷത്തെ അനേക കാര്യങ്ങൾ കടന്നുപോയി. ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ വിഷമതയുടെയും സാഹചര്യങ്ങളിൽ നിങ്ങളെ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്ത് ദൈവവചനം ശക്തമായി ശുശ്രൂഷിച്ച് സഭയ്ക്കും ദൈവജനത്തിനും യൂസിലുണ്ടായിരുന്ന എല്ലാ ജനത്തിനും അനുഗ്രഹമായി തന്നെ കർത്താവിന്റെ ദാസൻ എന്ന് മാത്രമല്ല ഒരു വലിയ ഭക്തനായിരുന്നു കർത്താവിന്റെ ദാസൻ. ദൈവത്തിൽ നിന്നോട് സ്തോത്രം ചെയ്യുന്നു. കുഞ്ഞുങ്ങളെ എല്ലാവരെയും കാണുവാൻ, അവരെ ദൈവങ്ങളെ വളർത്തിക്കൊണ്ടുവരുവാൻ, ഈ അമ്മച്ചിയെയും പലപ്പോഴും പോയി കാണുവാൻ, ആദ്യത്തെ ആയിരുന്ന സമയത്ത് കാണുവാൻ ഇടയായിട്ടുണ്ട്.
ആ കുടുംബങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അവന്റെ ജീവകാലത്തിന് ഒരു അവധി ഉണ്ടല്ലോ. അവന്റെ മാസങ്ങളുടെ എണ്ണം അവന്റെ പക്കൽ അവന് ലംഘിച്ചുകൂടാത്ത ഒരു അതിര് വെച്ചിട്ടുണ്ട്. മനുഷ്യന്റെ എല്ലാവരുടെയും ജീവിതത്തിന് ഒരു അതിര് വെച്ചിട്ടുണ്ട്. അത് ആർക്കും ലംഘിച്ചുകൂടാൻ പാടില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിനക്ക് ദീർഘായുസ്സോട് തൃപ്തി വരുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഈ വാക്കതിനെ ദീർഘായുസ്സോട് തൃപ്തി വരുത്തി. ഒരു മനുഷ്യൻ നമുക്കെല്ലാവർക്കും എന്തെല്ലാം കണ്ടാലും ലഭിച്ചാലും തൃപ്തി വരാത്തൊരു ജീവിതമാണ് മനുഷ്യ ജീവിതം. എന്നാൽ ഞാൻ എന്റെ ഭക്തന് തൃപ്തി വരുത്തുന്ന ഒരു കാര്യമുണ്ട്. ദീർഘായുസ് കൊണ്ട് ഞാൻ തൃപ്തി വരുത്തുമെന്ന് പറഞ്ഞ ദൈവം ഈ ഭക്തന് ദീർഘായുസ് കൊടുത്ത് ജീവിതത്തിന്റെ ആരോഗ്യം മുഴുവനും കർത്താവിന് വേണ്ടി വിനിയോഗിച്ച് കർത്താവിന് വേണ്ടി അധ്വാനിച്ച് ജീവിപ്പാറുള്ള ദൈവകൃപ, കുഞ്ഞുങ്ങളെ ദൈവകൃപ വളർത്തിക്കൊണ്ടുവരുവാനുള്ള അഭിഷേകവും ആത്മനവും നൽകിക്കൊടുത്ത് അവരെല്ലാവരും ദൈവകൃപയിലായി തീരുവാൻ ഇടയായതിനായി ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഒരു ചെറിയ കാലയളവാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഈ ചെറിയൊരു നല്ല കാലയളവ് കർത്താവിന് വേണ്ടി ജീവിച്ച് കർത്താവിന് വേണ്ടി പ്രവർത്തിച്ച് കർത്താവിന് വേണ്ടി അവസാനിപ്പിക്കുവാനുള്ള ഭാഗ്യം നമുക്ക് എല്ലാവർക്കും കർത്താവ് നൽകി തരട്ടെ. മാത്രമല്ല, ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ സഹോദരന്മാർക്കും പ്രിയ അമ്മച്ചിക്കും കുഞ്ഞുങ്ങൾക്കും കൊച്ചുമക്കൾക്കും ദൈവിക സമാധാനം കൊണ്ട് അവരെ എല്ലാം നിറച്ച് ആശ്വസിപ്പിച്ച് കർത്താവിന്റെ മഹത്വത്തിനായി നമ്മെ എല്ലാവരെയും കർത്താവ് നിർത്തട്ടെ. മണ്ണിൽ ഫാമിലിയുടെ കണ്ടോളൻസും ഈ സാഹചര്യത്തിൽ അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർവഹിക്കുന്ന കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാണ്. Before Shijin Matthew comes and do a solo, I'm going to ask Pastor Abraham Thomas from Dallas to come forward and take 2 minutes. സന്തോഷകരമായ ഈ അന്തരീക്ഷത്തിൽ ഇവിടെ കടന്നുവന്നിരിക്കുന്ന എല്ലാവരെയും സർവശക്തനായ ദൈവം തന്റെ നിത്യസമാധാനത്താൽ നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഫ്രാൻസിലെ രാജാക്കന്മാർ മരിക്കുമ്പോൾ അവരുടെ തെരുവുകളിൽ അവിടുത്തെ ജനങ്ങൾ പറയുന്ന ഒരു വാക്കുണ്ട്, "The king is dead, long live the king." രാജാക്കന്മാർ അവിടെ മരിക്കുമ്പോൾ അവർ മരിച്ചു എന്ന് ശരീരത്തിൽ നിന്ന് മാറ്റപ്പെടുന്നു എന്ന് അവർ വിശ്വസിക്കുന്നെങ്കിൽ പിന്നെയും ആ രാജാവ് ജീവിക്കുന്നതായി ഫ്രാൻസിലെ ജനങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ലിയം മോഡിയുടെ ഒരു കോട്ടിങ് എല്ലാ മരണ സമയത്തും നാം സാധാരണ കേൾക്കാറുണ്ട്. ലിയം മോഡി പറഞ്ഞു, ഞാൻ മരിച്ച ശേഷം പത്രങ്ങളിൽ നിങ്ങൾ എന്നെ കുറിച്ച് വായിക്കും, ഞാൻ മരിച്ചുപോയി എന്ന്. ഞാൻ ഇപ്പോൾ ജീവിക്കുന്നതിലും അധികം ജീവനിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കർത്താവിന്റെ ശ്രേഷ്ഠദാസ ഇവിടെ അനേകരിൽ നിന്ന് കേട്ടതുപോലെ തന്റെ ഇടത്തോടെ ധൈര്യത്തോടെ ആത്മീയ ശുശ്രൂഷയ്ക്കായി ധൈര്യത്തോടെ ഒരു പുരുഷായുസ് മുഴുവൻ മാതൃകാപരമായി ആത്മീയ ശുശ്രൂഷയിൽ നിലനിന്ന് ഇത്രത്തോളം നല്ല സാക്ഷ്യം നൽകുവാൻ ഈ അവസരത്തെ വാർത്തകൾ സ്തോത്രം ചെയ്യുന്നു. ഒരനുഭവത്തിന്റെ ഒരു വാക്ക് മാത്രം പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കിക്കൊള്ളാം. കർത്താവിദാസൻ വളരെ അടുപ്പം വളരെ ആഘാതവും ഉണ്ടായിരുന്നു. ഇവിടെ പലരും പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് വ്യക്തിപരമായി എല്ലാവരോടും ഒരു പ്രത്യേക ബന്ധമുള്ള ഒരു ആത്മീയ ശുശ്രൂഷകനായിരുന്നു. എന്നെ വ്യക്തിപരമായി വിളിച്ച് പലപ്പോഴും എൻകറേജ് ചെയ്യുകയും വളരെ ആത്മാർത്ഥമായി സംസാരിക്കുകയും ചെയ്തിരുന്നു. ഒരു ദിവസം ഞായറാഴ്ച സഹായം നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ഫോണിൽ മിസ് കോൾ വന്നു. ഞാൻ വീട്ടിൽ വന്ന ശേഷം നോക്കിയപ്പോൾ കർത്താവിന്റെ ദാസന്റെ പോകാം. ഞാൻ വിളിച്ചു എന്നോട് പറഞ്ഞു, ക്ഷമിക്കണം, ഞാൻ ഓർത്തില്ല, സഹായമാണ് വൈകാതിരിക്കുക, ഞാനിപ്പോൾ ആരാധനയ്ക്ക് പോകാറില്ല. എന്നാൽ ഞാൻ സണ്ണിച്ചനെ ഓർത്തപ്പോൾ അന്ന് വിളിച്ചു പോയത്. അദ്ദേഹത്തിന്റെ മകന്റെ കൊച്ചുമകന്റെ പ്രായം എനിക്കുള്ളൂവെങ്കിലും വിളിക്കുമ്പോൾ അങ്ങനെ ഒരു സ്നേഹത്തിന്റെ ഒരു പ്രത്യേകതയുള്ള വാക്ക് കൂട്ടിച്ചേർത്ത് എല്ലാവരെയും ആദരിക്കുവാൻ, എല്ലാവരെയും ഓർക്കുവാനും, വ്യക്തിപരമായി എല്ലാവരെയും അങ്ങോട്ട് വിളിച്ചില്ലെങ്കിലും ഒന്ന് വിളിച്ച് ഒന്ന് എൻകറേജ് ചെയ്യുവാനുമുള്ള വളരെ സ്നേഹമുള്ള ഒരു ഹൃദയം പിതാവിനായി. നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ തന്നെ പ്രാർത്ഥന ഞങ്ങളെയൊക്കെ പ്രത്യേകം പ്രാർത്ഥിച്ചിരുന്ന കർത്താവിന്റെ ദാസന്റെ വേർപാട് തീർച്ചയായും എല്ലാവർക്കും ഒരു നഷ്ടമാണ്. അമ്മച്ചി, മക്കൾ, കൊച്ചുമക്കൾ, ഇവരുടെ മക്കൾ, തലമുറകളായ എല്ലാവരെയും സഭയിലെയും എല്ലാവരെയും
ദൈവം ആശ്വസിപ്പിക്കട്ടെ. വീടിന്റെയും സ്കൂൾ ഓഫ് തിയോളജിയുള്ള ബന്ധത്തിലും അതുപോലെ എന്റെ കുടുംബത്തിന്റെയും എന്റെ വ്യക്തിപരമായിട്ടുള്ള കണ്ടോളൻസസ് അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർവഹിക്കുന്നു. സർവ്വഗുരുവാരുമായ ദൈവം നമ്മെ ആശ്വസിപ്പിക്കട്ടെ. താങ്ക് യു. Pastor John Thomas, Houston, Texas. ഈ പ്രത്യേക സമയത്ത് ഇവിടെ കടന്നു വരുവാനും പ്രിയ പ്രതാപദാസിന്റെ ദേഹവൈഭവത്തോടും പങ്കുചേരുവാനും ലഭിച്ച അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന് വരെയും വളരെ അഭിമാനിച്ച ഒരു ദൈവദാസനായിരുന്നു പാസ്റ്റർ വൈശുപ്രിയ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്റെ പിതാവ് പാസ്റ്റർ എ. തോമസും പാസ്റ്റർ വൈശുപ്രിയ ഇതുപോലുള്ള ദൈവദാസന്മാർ ദൈവസഭയുടെ ലീഡർഷിപ്പിൽ വളരെ ശക്തമായി ദൈവത്തിനോട് ഉപയോഗിക്കപ്പെട്ട ദൈവദാസന്മാരാണ്. മരണം പലപ്പോഴും നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയാത്ത ഒരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ മരണത്തെ പലതരത്തിൽ ചിത്രീകരിക്കും. ഇന്നും നമുക്ക് പലതും മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. വേദപുസ്തകത്തിൽ ഒരു വാക്യം വായിച്ചിട്ട് എന്റെ വാക്കിനെ ചുരുക്കിയാണ്. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ 13-ാം വാക്യമാണ്. Revelation chapter 14 verse 13. Then I heard a voice from heaven say, "Write, blessed are the dead who die in the Lord from now. Yes, says the Spirit, they will rest from their labor, for their deeds will follow them." ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. വെളിപ്പാട് പുസ്തകത്തിൽ ഭാഗ്യവാൻ എന്ന പദം 5 പ്രാവശ്യം കാണും. In the book of Revelation, you can see the word blessed 5 times. വേദപുസ്തകത്തിലെ മറ്റേത് പുസ്തകങ്ങളിൽ ഭാഗ്യവാന്മാർ ഉണ്ടെങ്കിലും അതിനേക്കാളെല്ലാം ശ്രേഷ്ഠമായ ഭാഗ്യവാൻ വെളിപ്പാട് പുസ്തകത്തിലെ ഭാഗ്യവാൻ. കാരണം ജീവിതത്തിന്റെ ആരംഭത്തിൽ ഒരാൾ ഭാഗ്യവാനാകുന്ന വലിയ കാര്യമില്ല. ജീവിതത്തിന്റെ മധ്യത്തിൽ ഒരാൾ ഭാഗ്യവാനാകുന്ന വലിയ കാര്യമില്ല. ഒരുവന്റെ ഭാഗ്യത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ജീവിതത്തിന്റെ അന്ത്യത്തിൽ ഭാഗ്യവാനാകുന്ന. ധനവാനും ലാസറും രണ്ടുപേരിൽ ജീവിതകാലത്തെ ധനവാനും ഭാഗ്യവാനാണ്. ജീവിതത്തിന്റെ അവസാനത്തിൽ അവർ ഭാഗ്യവാനാണ്. ദൈവമക്കളെ, നമ്മൾ ജനിച്ചത് വലിയ ഭവനത്തിലായിരിക്കാം, വലിയ സമ്പത്തുള്ള ഒരു ഭവനത്തിലായിരിക്കാം നമ്മൾ ജനിച്ചത്. നമ്മൾ വളർത്തപ്പെട്ടത് നല്ലൊരു അന്തരീക്ഷത്തിലായിരിക്കാം. എന്നാൽ കർത്താവിൽ മരിച്ച് ജീവിതത്തിന്റെ അവസാനത്തിൽ ഒരു ഭാഗ്യവാനാകുന്ന ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. നമുക്കറിയാം, അലക്സാണ്ടർ ദ ഗ്രേറ്റ്, അലക്സാണ്ടർ ചക്രവർത്തി, അദ്ദേഹം മരിച്ചപ്പോൾ 3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഒരു കാര്യം സാധാരണ പറയാത്തൊരു കാര്യം. അദ്ദേഹം പറഞ്ഞു, എന്റെ ബോഡി അടക്കുവാൻ കൊണ്ടുപോകുമ്പോൾ എന്നെ ചികിത്സിച്ച ഫിസിഷ്യൻസ്, ഡോക്ടേഴ്സിന്റെ ഡെഡ് ബോഡി ക്യാരി ചെയ്യണം. സാധാരണ നമ്മൾ ഒരു ഡെഡ് ബോഡി അടക്കാൻ കൊണ്ടുപോകുമ്പോൾ നമ്മൾ ആരെങ്കിലും മക്കളൊക്കെയാണ് ക്യാരി ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ മരിക്കുമ്പോൾ എന്റെ ഡെഡ് ബോഡി ക്യാരി ചെയ്യേണ്ടത് എന്നെ ചികിത്സിച്ച വിശുദ്ധന്മാർ, ഫിസിഷ്യൻസ് that treated me should be carrying my coffin. അതിന്റെ കാര്യം അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ ലോകത്തോട് പറയുകയാണ് വൈദ്യശാസ്ത്രത്തിന് എന്നെ രക്ഷിപ്പാൻ സാധിച്ചില്ല. ദൈവമക്കളെ, മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യം കർത്താവിൽ അവസാനിക്കുവാൻ സാധിക്കുക. പ്രിയപിതാവ് കർത്താവിൽ നിദ്ര പ്രാപിച്ചു, കർത്താവിന്റെ സ്ഥലത്തിലായിരിക്കുന്നു. ഞാൻ ചിലപ്പോഴും ഓർക്കും, നമ്മുടെ സ്വർഗത്തിൽ ചെന്നാൽ ആദ്യത്തെ 2-3 ദിവസത്തേക്ക് നമുക്ക് മണ്ണുള്ള ഒരു ചെറിയ പേടിയായിരിക്കും. കാരണം മുമ്പേ മരിച്ച വിശുദ്ധന്മാരെയൊക്കെ കാണുന്ന ബഹളത്തിലാണ്. നമ്മൾ വിചാരിക്കുന്ന അന്വേഷണമല്ല. നമുക്ക് മുമ്പേ മരിച്ച പിതാക്കന്മാരുണ്ട്. എന്റെ പിതാവ് ഉൾപ്പെടെ ലോകത്തിലെ ദൈവദാസന്മാർ, പഴയ പിതാക്കന്മാരെല്ലാവരും മരിച്ച് മൺമറഞ്ഞു. അദ്ദേഹം കാണാനുള്ള നിരക്കിലാണ് അദ്ദേഹം ആയിരിക്കുന്നത്.
കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അതെ, തങ്ങളുടെ പ്രയത്നങ്ങൾ അവർ വിശ്രമിക്കേണ്ടതാണ്. കർത്താവിന്റെ ദാസയോട് നമ്മൾ എനിക്ക് വളരെ അഭിമാനം. ഒരു തലമുറയെ ദൈവത്തിലൂടെ വളർത്തിക്കൊണ്ടുവന്ന ദൈവദാസൻ കർത്താവിൽ ഇത്ര പ്രാപിച്ചിരിക്കുന്നു. അനേക കർത്താവിലേക്ക് നടത്തുവാനുള്ള ഭാഗ്യം തന്നെ ലഭിച്ചു. ഈ സമയത്ത് ഞാൻ ശുശ്രൂഷിക്കുന്ന ദിവസത്തിലുള്ള സൗത്ത് വെസ്റ്റ് ബോർഡിന്റെ ദൈവസ്മരണയും ഞങ്ങളുടെ കുടുംബത്തിനെയും ദുഃഖവും പ്രാർത്ഥനയും കർത്താവിനുള്ള പ്രത്യാശയും അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മുടെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാണ്. Throughout Upajin's lifetime, Upajin wrote a lot of songs, a lot of poetry, words that built hope, built inspiration. The very first song that I wrote, I handed it over to my Upajin. And with one smile, he looked at me and said, "Good. Tonight, Upajin, I want to do that again." And this is for you, Upajin.
thank you, Shijin, for leading us and writing this song about our grandfather and making that a tribute to him this evening. No one knows our Apachan than his children, grandchildren, in-laws, son-in-laws. And this time is time for family remembrance, where these following people will come forward and take a few minutes and tell each and every one of us this evening what Apachan meant to them. Justin Paul, Abraham Matthew, Flossie Johnson, Minnie Paulson, Joshua Paulson, Sharon Paulson, George Shako, James Zachariah, and Jacob Zachariah, and Shijin Matthew. These people will come forward and share with us what Apachan has meant to each and every one. Thank God for giving me this blessed time to stand amongst you. In Romans 14:7 and 8, it says, none of us lives to himself, and none of us dies to himself. If we live to the Lord, and if we die to the Lord. So then, whether we live or whether we die, we are the Lord's. I stand here on behalf of all the great-grandchildren, and I'm greatly blessed